നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. ചെറിയ രാജ്യമാണെങ്കിലും ആഗോളതലത്തിൽ അതുല്യമായ പങ്ക് വഹിക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് ഖത്തർ. ലോകത്തെ മിക്ക തർക്കങ്ങളിലും പരിഹാരം കാണാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ തടവുകാരെ കൈമാറുന്ന കരാറിലെത്തിയത് ഖത്തറിന്റെ ഇടപെടൽ മൂലമായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിന് സുഗമമായി മടങ്ങാൻ അവസരമൊരുക്കിയതും ഖത്തർ തന്നെ. ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലും പരിഹാരം കാണുന്നതിൽ മുഖ്യ പങ്കാണ് ഖത്തറിനുള്ളത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള തടവുകാരെ കൈമാറാൻ തയ്യാറായതും ഖത്തറിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ഏറെ നാളായി ഖത്തർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. പല തവണ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനായി ശ്രമിച്ചെങ്കിലും ഇതുവരെ അതിലൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ സുപ്രധാനമായ തീരുമാനമെടുക്കാൻ ഖത്തർ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് പലസ്തീൻ ഇസ്രായേൽ തർക്ക പരിഹാരത്തിന് ശ്രമിക്കുന്നത്. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖത്തറിന്റെ ശ്രമങ്ങൾ. പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അക്രമം നിർത്തണമെന്ന ഖത്തറിന്റെ ആവശ്യം ഇതുവരെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ല. അതിനിടെ ഖത്തറിനെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കയിലെ ചില നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു. ഖത്തർ ഹമാസിനെ സഹായിക്കുന്നു എന്ന ആരോപണമാണ് ചിലർ ഉന്നയിച്ചത്. ഇക്കാര്യം ഖത്തർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖത്തറുമായുള്ള ബന്ധം അമേരിക്ക പുനഃപരിശോധിക്കണമെന്ന് ഡെമോക്രാറ്റിക് MP സ്റ്റെനി ഹോയൽ ആവശ്യപ്പെട്ടതും വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കുമെന്നാണ് സൂചനകൾ. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മധ്യസ്ഥന്റെ റോൾ ഖത്തർ പുനഃപരിശോധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഖത്തർ പിന്മാറിയാൽ വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് കൂടിയാവും ഉണ്ടാവുക. കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലാണ്. 10,000-ഓളം അമേരിക്കൻ സൈനികരാണ് ഇവിടെ തമ്പടിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന പല നീക്കങ്ങൾക്കും അൽ ഉദൈദിലെ ഈ താവളം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതേസമയം ഖത്തറിലെ രാഷ്ട്രീയകാര്യ ഓഫീസ് ഹമാസ് പൂട്ടിയേക്കുമെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത്. മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാനാണ് സാധ്യത. അമേരിക്കയിലെ ചില നേതാക്കൾ ഖത്തറിൽ ചെലുത്തുന്ന സമ്മർദ്ദമാണ് ഹമാസിനെ ഓഫീസ് മാറ്റാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസ് ഓഫീസ് മാറ്റുകയും ഖത്തർ മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത് തിരിച്ചടിയാകും. ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലി ബന്ദികളുടെ മോചനം പ്രതിസന്ധിയിലായേക്കാനും സാധ്യത ഏറെയാണ്. ഖത്തർ ഈ തീരുമാനമെടുത്തത് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം പലതവണ ഇസ്രായേലുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും യുദ്ധം അവസാനിപ്പിക്കാനോ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകാനോ ഇസ്രായേൽ ഭരണകൂടവും നെതന്യാഹുവും തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെയാണ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നില്ലെന്ന കടുത്ത തീരുമാനം ഖത്തർ കൈക്കൊണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ലോകത്തെ മിക്ക തർക്കങ്ങളിലും പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഖത്തർ കൂടി കൈയൊഴിഞ്ഞാൽ ഗാസയുടെ സ്ഥിതി അതീവ ഗുരുതരമായിരിക്കും ഇനി അങ്ങോട്ട് എന്നാണ് വിലയിരുത്തൽ.